Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, good morning. നമുക്ക് അതിനെ മിസ് കുറച്ച് അല്ലെ നമ്മുടെ ചാപ്റ്ററിൽ എല്ലാവരും കയറി ഇറങ്ങുന്നുണ്ട്. കാരണം ഇച്ചിരി വലിയ ചാപ്റ്റർ ആണ്. അപ്പൊ അത് മാത്രമല്ല ഇത്തിരി സ്ലോയില് തന്നെയാണ് മനസ്സിലാക്കി പോകുന്ന ഒരു ഭാഷയിലേക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട വന്നു. ഓക്കെ, എനിവേ നിങ്ങളെ എല്ലാവരെയും ക്യാച്ച് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് എന്താണ്? മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ്. ഓക്കെ അല്ലേ? അത് തുടങ്ങിയല്ലേ? അപ്പൊ നമുക്ക് കണ്ടിന്യൂഷൻ തന്നെ നോക്കാം. അതായത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടില്, അതായത് നമുക്ക് അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് അദ്ദേഹത്തിന്റെ തിയറി എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു തിയറിയാണ് അല്ലെ. പണ്ടേ മുതല് നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ കണ്ടെത്തുക, അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ എന്താണ് സുഹൃത്തുക്കളെ നമുക്ക് കുറച്ചും കൂടി സുരക്ഷാ കാര്യങ്ങളിലേക്ക് കിടക്കാം, അതായത് എക്കണോമിക് ആയിട്ടുള്ള സേവിങ്സിലേക്ക് കിടക്കാം. ദെൻ അതിനുശേഷം നമുക്ക് കുറച്ചും കൂടി അല്ലെ ഒരു ഇത് അതായത് സൗഹൃദം അല്ലെ, നമ്മുടെ സ്നേഹം, ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലേക്ക് കിടക്കണം. ദെൻ നെക്സ്റ്റ് എന്താണ്? മറ്റുള്ളവരിൽ നിന്നൊരു റെസ്പെക്ട് നേടിയെടുക്കണം. ദെൻ സ്വന്തമായിട്ട് തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക്. ബേസിക്കലി അതിന്റെ ആ ഒരു പിരമിഡ് വരുന്നത് ആദ്യം തന്നെ ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്ന ഒരു അഭിലാഷം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും നമുക്ക് അല്ലെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റണം. ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളിൽ എന്തൊക്കെയാ പ്രധാനമായിട്ടും ഉണ്ടാവുക? എന്തൊക്കെ കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ? ഇത് ഒരുപാട് എക്സ്പ്ലനേഷനേക്കാളും ഉപരി നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു രീതിയിലേക്ക് എത്തിക്കുക. ഒരുപാട് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണിത്. അതായത് ആക്ച്വലി എന്താ, ഫസ്റ്റ്ലി നമ്മുടെ ബേസിക് ആവശ്യം, ഏതൊരു മനുഷ്യന്റെയും ബേസിക് ആവശ്യം ഫുഡ്, ഷെൽട്ടർ ഒക്കെയാണ് അല്ലെ. ഭക്ഷണം, വസ്ത്രം, അതേമാതിരി തന്നെ പാർപ്പിടം ഒക്കെ. ഓക്കെ, അപ്പൊ അതൊക്കെ തന്നെയാണ് ആദ്യം നമ്മുടെ മനുഷ്യരിലേക്ക് പ്രാഥമിക ആവശ്യം എന്ന് പറയുന്നത്. അപ്പൊ ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഏതൊരു വ്യക്തിയും അധ്വാനിക്കും, പ്രയത്നിക്കും. എങ്ങനെയെങ്കിലും ഭക്ഷണം അല്ലെ, വിശപ്പ് വരുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിക്കണം. ഒപ്പം തന്നെ നമുക്ക് മറ്റുള്ളവരെ അല്ലെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വസ്ത്രം വേണം. നമുക്ക് എന്താണ് മറ്റേ പ്രകൃതി ദോഷങ്ങളിൽ നിന്നും അല്ലെ ചൂടിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാനായിട്ടുള്ള ഒരു ഷെൽട്ടർ വേണം. ഓക്കെ അല്ലേ? അത് ശരിയല്ലേ? ഓക്കെ, അതാണ് ബേസിക് നീഡ്സിൽ വരിക. വീണ്ടും നമ്മൾ ബേസിക് നീഡ്സ് നമുക്ക് ഓക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും. ഓക്കെ, BBA BCom ഒക്കെ പഠിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. ഇനി എല്ലാവർക്കും തന്നെ മോസ്റ്റ്ലി നമ്മൾ ബേസിക് ആയിട്ട് തന്നെ അല്ലെ, നമ്മൾ ജനിച്ചു വരുമ്പോ തന്നെ നമ്മൾ ആദ്യം തന്നെ അതാണ് ആദ്യം നേടിയെടുക്കുക അല്ലെ. നമ്മൾ ആക്ച്വലി നമ്മുടെ ഫുഡ്, നമ്മുടെ ഹെൽത്ത് ഒക്കെ പ്രൊട്ടക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു വീട് പണിയണമെന്ന് ആഗ്രഹിക്കും അല്ലെ. ഇച്ചിരി കൂടി നല്ല ഡ്രസ്സുകളൊക്കെ ഇടണമെന്ന് ആഗ്രഹിക്കും. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അല്ലെ ഇച്ചിരി കൂടി സേവിങ്സിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കും. അതായത് നമ്മുടെ ഫണ്ട് ഒരു എക്കണോമിക്കലായിട്ട് നമ്മൾ ഒന്ന് സുരക്ഷിതത്തിലേക്ക് അല്ലെ, നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോഴൊക്കെ പെട്ടെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്യേണ്ടതൊക്കെ വരുമ്പോൾ ഒരു സുരക്ഷയിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടി സേവിങ്സിലേക്ക് എത്തിക്കാനൊക്കെ ശ്രമിക്കും അല്ലേ. അതൊക്കെ ശരി അല്ലേ? ഫസ്റ്റ് നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പൊ സെക്കൻഡ് കാറ്റഗറിയിലേക്ക് വരുമ്പോൾ അത് സെക്യൂരിറ്റിയിലേക്കാണ് വരുന്നത്, ഫോം ചെയ്യുന്നത്. ഓക്കെ, സുരക്ഷാ സംവിധാനങ്ങളിലേക്കാണ് വരുന്നത്. അപ്പൊ ആരോഗ്യത്തിന്റെ കുറച്ചും കൂടി നല്ല ആരോഗ്യം വേണമെന്ന് തോന്നും. ദെൻ അതുപോലെ ഹെൽത്തിന് ഇച്ചിരി കൂടി പ്രൊട്ടക്ഷൻ വേണമെന്ന് തോന്നും. നമ്മൾ കുറച്ചും കൂടി അല്ലെ സേവിങ്സ്, എക്കണോമിക് ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സാമ്പത്തിക അവസ്ഥ മൂല്യങ്ങളൊക്കെ കണ്ടെത്താനൊക്കെ ശ്രമിക്കും. ദെൻ വീണ്ടും നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് അങ്ങനെയൊക്കെ വരുമ്പോൾ അത് മാത്രം പോരാ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും. നമുക്ക് കുറച്ച് ഫ്രണ്ട്സും റിലേറ്റീവ്സ് ഒക്കെ വേണം, കുറച്ച് എന്താ പറയാ സംഘടനയിലൊക്കെ മെമ്പർ ആവണം. അവിടെ അടിച്ചു പൊളിച്ച് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കണം എന്ന് തോന്നും ഇല്ലേ? ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മുടെ ബേസിക് നീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി സേവിങ്സ് കണ്ടെത്തി. ദെൻ സേവിങ്സിന് ശേഷം കുറച്ചും കൂടി നമ്മൾ അല്ലെ എൻജോയബിൾ ആയിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു രീതിയിലേക്ക് എത്തുന്നതെന്ന് തോന്നി. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്താണ്? നമ്മളെ പറ്റുള്ളവർ അംഗീകരിക്കണം എന്ന് തോന്നും. കാരണം നമ്മൾക്ക് മാത്രം പോരാ, ഞാനൊരു അറിയപ്പെടുന്ന ഒരു പേഴ്സൺ അല്ലെ, ഞാൻ ഇച്ചിരിയും കൂടി ബഹുമാനം എനിക്ക് മറ്റുള്ളവരിൽ നിന്നൊരു ആദരവൊക്കെ കിട്ടണം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തും. ഓക്കെ, അങ്ങനെയുള്ള ഒരു ആശയത്തിലേക്ക് എത്താനായിട്ട് തുടങ്ങും. ദെൻ വീണ്ടും എന്താണ്? അത് സ്വയം യാഥാർത്ഥ്യമാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ, അത് എങ്ങനെയെങ്കിലും ഇത്തരത്തിലുള്ള ഈ ഒരു ആദരവ് അല്ലെങ്കിൽ ബഹുമാനമൊക്കെ എങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഭൗതികമായിട്ടുള്ള ആ ഒരു അവസ്ഥയിലേക്ക് ഒരു വ്യക്തി അല്ലെ ഏറ്റവും കൂടി ടോപ്പ് ലെവലിലേക്ക് എങ്ങനെയാണ് അത് നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കാൻ. അപ്പൊ വീണ്ടും ഇത് എന്താണ്? കുറച്ചും കൂടി ഹൈ ലെവലിലേക്കൊക്കെ ചിന്തിക്കാനൊക്കെ ആയിട്ട് തുടങ്ങും. അപ്പൊ ആദ്യം ബേസിക് നീഡ്സ് നമ്മൾ ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് ആ ഒരു എൻഡിലേക്ക് എത്തുന്നത് അല്ലെ.
നമുക്ക് ഒറ്റയടിക്ക് എൻഡിലേക്ക് എത്താനായിട്ട് സാധിക്കുമോ? ഇല്ല. നമ്മൾ ബേസിക് ഫിനിഷ് ചെയ്ത് അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടന്നു. അതിനുശേഷമാണ് നമ്മൾ പിക്കപ്പ് ചെയ്ത് കുറച്ചും കൂടി ഹൈ ലെവലിലേക്ക് നമ്മുടെ ആഗ്രഹത്തിനെ എത്തിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അത് തന്നെയാണ് ഇവിടെ മാസ്ലോവിന്റെ ഹൈറാർക്കി നീഡ്സിൽ പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞു പോകുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ആ ഒരു നമ്മൾ മനസ്സിലാക്കിയ ഒരു ഭാഷയെ ഒരു ഓർഗനൈസേഷന്റെ രീതിയിലേക്ക് കൂടി കണക്ട് ചെയ്ത് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ നോക്കാം എന്താണ് അതിൽ പറയുന്നത്. മാസ്ലോ അബ്രഹാം അദ്ദേഹം എന്താണ് പ്രധാനമായിട്ടും പറയുന്നത്. അദ്ദേഹം 1914 ഇതിന് ഈ ഒരു ചിന്തയ്ക്ക് ആഹ്വാനം വെച്ചത്. അദ്ദേഹത്തിന്റെ ഹൈറാർക്കി രീതി അനുസരിച്ചിട്ട് നീഡ്സ് അസ്യൂംസ് അല്ലെ, ആവശ്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഇതിലേക്ക് വരുന്നത്. ആദ്യം അതായത് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഫസ്റ്റ് 5 ലെവൽസ് ഓഫ് ആവശ്യങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ വരുന്നത്. അതിൽ നമുക്ക് നോക്കാം എന്താണ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള, ഫിസിയോളജിക്കൽ അല്ലെ, അത് സേഫ്റ്റി, then love and belongs, then esteem, then self actualization. അങ്ങനെ അത്തരത്തിലുള്ള 5 കാര്യങ്ങളാണ് അല്ലെ. അപ്പോ ഫസ്റ്റ്ലി നമ്മൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് അതിവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടി ഇവിടെ ജസ്റ്റ് പാരഗ്രാഫിന്റെ ആ ഒരു എൻഡിങ്ങിലേക്ക് വരുമ്പോൾ അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, അവിടെ ലാസ്റ്റ് ഇതിലേക്ക് വരുമ്പോൾ നോക്കാം. അതായത് ലാസ്റ്റിനേക്കാളും അവിടെ വരുമ്പോൾ അദ്ദേഹം ആ ഒരു പോയിന്റിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതായത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ആ പോയിന്റ് ലാസ്റ്റിൽ വരുമ്പോഴാണ് ഇദ്ദേഹം ഈ ഫസ്റ്റ് പറയേണ്ട പോയിന്റ് മനസ്സിലാക്കി വരുന്നത്. അതായത് നമ്മുടെ ഓർഗനൈസേഷനെ സംബന്ധിച്ച് ആ ലെവല് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇത് നമ്മൾ ഞങ്ങളുടെ ഇവിടെ പറയുന്നുണ്ട്. An individual is motivated first and foremost to satisfy the physiological needs. Then അല്ലെ, അതിനുശേഷമാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. പക്ഷെ ഇവിടെ സെക്കൻഡ് ലാസ്റ്റ് തുടങ്ങിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് സെക്യൂരിറ്റി ഓർ സേഫ്റ്റി നീഡ്സ് എന്നാ പറയുന്നത്. അവിടെ ആദ്യം മോസ്റ്റ്ലി നമ്മൾ അങ്ങനെ പറയുന്നുണ്ട്. ഇവിടെ ആക്ച്വലി അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട് ഓരോ ഇൻഡിവിജ്വലും മോട്ടിവേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് എന്തിനെയാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്? ഫിസിയോളജിക്കൽ നീഡ്സ്. ഈ ഫിസിയോളജിക്കൽ നീഡ്സിൽ എന്താണ് പ്രധാനമായിട്ടും പറയുന്നത് ഇവിടെ കൊടുത്തിട്ടില്ല. ഫിസിയോളജിക്കൽ നീഡ്സിൽ എന്താണ് പ്രധാനമായിട്ടും പറയുന്നത്? നമ്മൾ ജസ്റ്റ് പ്രാഥമിക ആവശ്യങ്ങളിൽ എന്താണ് ഡിസ്കസ് ചെയ്തത്? എന്താണ് പ്രധാനമായിട്ടും വേണമെന്ന് പറഞ്ഞത്? നിങ്ങൾ തന്നെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്തൊന്ന് മെസ്സേജ് ഇടാമോ? അതായത് നിങ്ങൾ ഓക്കെ ആണോ എന്നറിയാലോ. ഓക്കെ, ഫുഡ് വേണം. നെക്സ്റ്റ് എന്ത് വേണം? നമുക്ക് പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഫുഡ് വേണം, ഡ്രസ്സ് വേണം, ഷെൽട്ടർ വേണം അല്ലെ, ക്ലോത്ത്സ് വേണം അല്ലെ. നമുക്ക് ഷെൽട്ടർ വേണം, ഡ്രസ്സ് വേണം, ഫുഡ് വേണം. അതാണ് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ. ഓക്കെ, അപ്പം ഇതില് കുഴപ്പമില്ല, നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അതില് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ഓക്കെ ആവും. അപ്പൊ അതില് ഫസ്റ്റ്ലി എന്താണ് പറയുന്നത്? ഫസ്റ്റ്ലി നമ്മുടെ ആദ്യത്തെ ബേസിക് നീഡ് ആണ് എന്താണ് നമ്മുടെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ആവശ്യം എന്നുള്ളത്. അപ്പൊ ഫിസിയോളജിക്കൽ ആവശ്യം എന്ന് പറയുന്നത് നമ്മൾ മോസ്റ്റ്ലി അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ബേസിക് ആയിട്ടുള്ള നീഡ്സ് ആണ്. ഫോർ അല്ലെ, സർവൈവൽ ഇൻവോൾവിങ് ഫുഡ്, വാട്ടർ, അതേമാതിരി തന്നെ വായു, വെള്ളം, അതേമാതിരി തന്നെ ഷെൽട്ടർ, നമ്മുടെ കിടന്നുറങ്ങാനായിട്ടുള്ള ഒരു ഷെൽട്ടർ ഒക്കെ നമുക്ക് ആവശ്യമാണ് അല്ലെ. വസ്ത്രം, വായു, വെള്ളം, അതേമാതിരി തന്നെ ഷെൽട്ടർ നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രാഥമിക ആവശ്യങ്ങളാണ് ഫസ്റ്റ്ലി അദ്ദേഹം പ്രൂവ് ചെയ്യുന്നത്, അതിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് സേഫ്റ്റി, അതായത് സുരക്ഷ. നമ്മളിപ്പോ കണ്ട ഈ പറഞ്ഞ നമുക്കൊരു വീടൊക്കെ ഉണ്ട്, അതിനൊരു സുരക്ഷിതമില്ല എങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവോ? ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് അതിനൊരു സുരക്ഷിതത്വം വേണം. അപ്പൊ അത് പ്രധാനമായിട്ടും നെക്സ്റ്റ് ഒരു ആവശ്യമാണ് നമ്മുടെ എന്താണ് നെക്സ്റ്റ് സെക്യൂരിറ്റി ഓർ സേഫ്റ്റി നീഡ്സ് റിക്വയർമെന്റ്സ് ഓഫ് സെക്യൂർ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ എൻവയറമെന്റ്. ഫസ്റ്റ്ലി അവിടെ പറയുന്നില്ല എങ്കിലും എന്താണ് ഫിസിക്കൽ ആയിട്ടുള്ള ആവശ്യകത എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. എന്താണ് ഫിസിക്കൽ ആയിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത്? ഫുഡ്, വാട്ടർ, ഡ്രസ്, ക്ലോത്ത്സ് അല്ലെങ്കിൽ ഷെൽട്ടർ. ഓക്കെ, ഫസ്റ്റ്ലി നമ്മുടെ ആവശ്യം എന്താണ്? നെക്സ്റ്റ് നമ്മൾ ആഗ്രഹിക്കുകയാണ് അതിന് സെക്യൂരിറ്റി വേണം, അതിനൊരു സുരക്ഷിതത്വം വേണം. ഇതിലെല്ലാം നെക്സ്റ്റ് നോക്കുക, ഇൻസ്റ്റൻസ് ഇൻക്ലൂഡ് ഡിസയർ ഫോർ അഡ്വക്കേറ്റ് ഹൗസിംഗ് ക്ലോത്ത്. അപ്പൊ അതില് ഇൻക്ലൂഡഡ് ആയിട്ട് പല കാര്യങ്ങളും ക്ലോത്തിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഇൻക്ലൂഡഡ് ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ദ നീഡ് ഓഫ് ഫ്രീ ഫ്രം വറി അബൌട്ട് മണി ആൻഡ് ജോബ് സെക്യൂരിറ്റി. അതിനുശേഷമാണ് നമ്മൾ
എന്താണ് ജോബ് സെക്യൂരിറ്റിയെ കുറിച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ പ്രാഥമിക ആവശ്യം കഴിഞ്ഞു കഴിയുമ്പോൾ ഇത് നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് ആവശ്യമായിട്ടുള്ള ഈ ഭക്ഷണവും അതല്ലെങ്കിൽ ഈ വസ്ത്രവും അല്ലെങ്കിൽ ഈ ഒരു ഷെൽട്ടറൊക്കെ അത് സുരക്ഷിതമായിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് എന്ത് വേണം? ഒരു ജോലി വേണം അല്ലെ? ആ ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇന്ന് എനിക്ക് ഡ്രസ്സ് ഉണ്ട്, ഇന്ന് എനിക്ക് ഫുഡ് ഉണ്ട്, ഇന്ന് എനിക്ക് പാർപ്പിടമുണ്ട്. പക്ഷെ അത് നാളെയും എനിക്ക് നിലനിർത്തി പോകണമെങ്കിൽ എനിക്ക് എന്താവശ്യമാണ്? എനിക്ക് ഇൻകം ആവശ്യമാണ്. വേണ്ടേ? ഇൻകം വേണ്ടേ? കാരണം നമുക്ക് വീട് ഉണ്ടെങ്കിൽ വെറുതെ ഒരു വീട് പണിതിട്ട് അതിന് കരയടയ്ക്കണം, അതിന് എന്താണ് വാട്ടർ ചാർജ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്, ഇഷ്ടംപോലെ അല്ലെ എക്കണോമിക്കൽ ആയിട്ടുള്ള നീഡ്സുകളുണ്ട്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അതിന് സുരക്ഷിതം വേണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ജോബ് വേണം. അത് സേഫ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്താണ് ഏർണിങ്സ് കിട്ടുകയുള്ളൂ അല്ലെ? വെറുതെ ഒരു ജോലിക്ക് പോയാൽ ചിലപ്പോഴെങ്കിൽ എന്താണ് നമുക്ക് റിട്ടേൺ ഇല്ല എങ്കിൽ അതുകൊണ്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുമോ? നമ്മളെല്ലാ മാസം ഡ്യൂട്ടിക്ക് പോകുന്നു, നമുക്ക് മതിയായ രീതിയിൽ വരുമാനം ഇല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് ആകുമോ? ഇല്ല, നമുക്ക് സാറ്റിസ്ഫൈഡ് ആവാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ നമുക്ക് അവിടെ മോസ്റ്റ് ആയിട്ട് ആവശ്യമാണ്. സെക്യൂരിറ്റി നീഡ്സ് ആണ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പിന്നെ നെക്സ്റ്റ് നമ്മൾ അല്ലെ അതിലേക്ക് പോവാണ് വർക്ക് പ്ലേസ് ബൈ ജോബ് കണ്ടിന്യൂറ്റി, ഗ്രീവൻസ് റിഡ്രസൽ സിസ്റ്റം ആൻഡ് അഡ്വക്കേറ്റ് ഇൻഷുറൻസ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് പാക്കേജ്. അപ്പൊ നമുക്ക് ഇത് സുരക്ഷിതം കിട്ടണമെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ലാതെ അല്ലെ പരാതി പരിഹാരങ്ങളൊന്നും ഇല്ല, എപ്പോഴും സ്ട്രെസ് ചെയ്യുന്ന ഒരു ജോലിയൊന്നും ആയിക്കഴിഞ്ഞാൽ നമുക്കത് നന്നായിട്ട് തന്നെ മൂവ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടൊന്നും സാധിക്കില്ല അല്ലെ? നമുക്ക് ഇച്ചിരി റിട്ടേൺസ് ഒക്കെ വേണം. ഇൻ കേസ് നമ്മൾ എന്താ പറയുക ഏജ് ഓവർ ഒക്കെ ആവുമ്പോൾ അത്യാവശ്യം നമുക്ക് പാക്കേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെ നമ്മുടെ റിട്ടയർമെന്റ് പാക്കേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു സുരക്ഷിതമായിട്ടുള്ള ജോലി എന്ന് നമുക്ക് മോസ്റ്റ്ലി അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ അല്ലേ? അല്ലേ? ആണോ? ശരിയല്ലേ? ഓക്കെ. അപ്പൊ ഫസ്റ്റ്ലി നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തുന്നു. ദെൻ ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്കൊരു ജോലി ആവശ്യമാണെന്ന് കണ്ടെത്തുന്നു. ഈ ജോലി എന്ന് പറയുന്നത് അല്ലെ ചീപ്പായിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഇന്ന് തള്ളിപ്പോകാവുന്നതോ അങ്ങനെയുള്ള ഒരു ജോലി ആയിരിക്കരുത്, നമുക്കൊരു സുരക്ഷ നൽകുന്ന ഒരു ജോലി ആയിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ദെൻ വീണ്ടും നമ്മൾ എന്താണ് വീണ്ടും നമുക്ക് കുറച്ചും കൂടി ആവശ്യങ്ങൾ വരികയാണ്. എന്തായിരിക്കും നമ്മുടെ നെക്സ്റ്റ് ആവശ്യം എന്ന് പറയുന്നത്? എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമോ? ആവശ്യം വരുമോ? നമുക്കൊരു നല്ലൊരു ബന്ധം വേണമെന്നുള്ള ആഗ്രഹം വരും അല്ലെ? നമുക്കൊരു സ്പെഷ്യൽ ഒരു ബന്ധം എല്ലാവരിൽ നിന്നും നമുക്കൊരു നല്ലൊരു ലവ് ആൻഡ് അഫെക്ഷൻ കിട്ടണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തിലേക്ക് വരും. കാരണം നമ്മൾ ആരെങ്കിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇച്ചിരി കൂടി ജോലി ചെയ്ത് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ത് അവരെയും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ജോലിക്കൊക്കെ പോകുന്നത് അല്ലെ? നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കാനല്ല ഒരിക്കലും ജോലിക്ക് പോകുന്നത് അല്ലെ? തീർച്ചയായിട്ടും നമുക്ക് കുറച്ചും കൂടി ഒരു ബന്ധങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ജോലി നമ്മൾ മസ്റ്റ് ആയിട്ടും കണ്ടിന്യൂ ചെയ്യാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നത്. ബിലോങ്സ് റിലേറ്റഡ് ടു സോഷ്യൽ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ലൈഫ്. They encompass the need of love and affection and need to be accepted by one's peers. For the maturity, these needs are satisfied by a combination of a family, community, relationship outside of work and friendship on the job. അതായത് നമുക്ക് അല്ലെ പൊതുവായിട്ട് എല്ലാവരൊക്കെ ആയിട്ട് ഒരു നല്ല ബന്ധം ഉണ്ടായിരിക്കും, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കും, അതായത് കമ്മ്യൂണിറ്റിയിലൊക്കെ നമുക്കൊരു നല്ലൊരു ബന്ധമൊക്കെ വേണമെന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നു. The managers can help to ensure the satisfaction of these important needs by allowing social interaction and by making employees feel like a part of a team or a work group. അപ്പൊ നമുക്കൊരു നല്ല ബന്ധം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിട്ട് അപ്പൊ അവരൊരു സുരക്ഷിതമായിട്ടുള്ള ഒരു ജോലി നമുക്ക് വേണ്ടി ഓഫർ ചെയ്യുമ്പോൾ നമ്മളത് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. കാരണം നമുക്കറിയാം നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യത്തിന് ഈ ഒരു ജോലി ആവശ്യമാണെന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ നമ്മൾ ആഗ്രഹിക്കുകയാണ് നമുക്ക് വെറുതെ ജോലി മാത്രം കിട്ടിയത് കൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുന്നില്ല, നമുക്ക് കുറച്ചും കൂടി നല്ലൊരു എന്റർടൈൻമെന്റും കൂടി ഉള്ള ഒരു സിറ്റുവേഷൻ. നമുക്കറിയാം ഫാമിലിയെ നമ്മൾ ലവ് ആൻഡ് അഫെക്ഷൻ കരുതുന്നത് മാത്രമേ തന്നെ നമുക്ക് ജോലി സാധ്യമായ സ്ഥലങ്ങളിൽ നമുക്ക് നല്ലൊരു അസോസിയേഷനിലെ മെമ്പറും അങ്ങനെയൊക്കെ ആയി അല്ലെ നല്ല ഇച്ചിരി കൂടി ഫോമായിട്ട് നടക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മളിലേക്ക് ജനിക്കുകയാണ്. അപ്പൊ എന്താണ് മാനേജ്മെന്റ് അതിനാവശ്യമായിട്ടുള്ള ഒരു ഫെസിലിറ്റി അവിടെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും അവരുടെ ബേസിക് ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് അവർ എന്തായാലും വരുമെന്ന് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ അവരെ ആകർഷിക്കുന്നു, ബേസിക് ആവശ്യങ്ങൾ അവർ ഫുൾഫിൽ ചെയ്യുമ്പോൾ ഓക്കെ അവരതുകൊണ്ട് തൃപ്തിയാവില്ല, നെക്സ്റ്റ് അവരെന്തായിരിക്കും അപ്പൊ സുരക്ഷയായിരിക്കും അവർ ആവശ്യപ്പെടുന്ന പറയുമ്പോൾ കുറച്ച് ഓഫറുകൾ കൂടി, അതായത് പെൻഷനും ഗ്രാറ്റുവിറ്റി അല്ലെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഓഫർ ചെയ്യുന്നു. അപ്പൊ അവര് അതിൽ തൃപ്തിപ്പെടുന്നു. ദെൻ അവർക്ക് എന്താണ് കുറച്ചും കൂടി അസോസിയേറ്റഡ് ആയിട്ടുള്ള മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവർ അതിലും തൃപ്തിപ്പെടാനൊക്കെ ആയിട്ടുള്ള അല്ലെ ഒത്തിരി കൂടി
ഇത്തിരി കൂടി ആഗ്രഹം അവർ പ്രകടിപ്പിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഓഫറിങ്ങുകൾ മാനേജ്മെന്റ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനികളൊക്കെ പ്രിഫർ ചെയ്യാനൊക്കെ ആയിട്ട് അവർ ആഗ്രഹിക്കുന്നു. Then next നോക്കുക, esteem needs actually comprise two distinct categories of needs. The need for a positive self-image and self-respect, and the need for recognition and respect from others. Then വീണ്ടും അവര് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇവരെ കൊണ്ട് അല്ലെ ഇവിടെയുള്ള വർക്കേഴ്സിനെ കൊണ്ട് അത്രയും കൊണ്ട് മാത്രം അവരെ തൃപ്തിയാവാൻ സാധ്യതയില്ല. അവരെ ഓക്കെയാണ് അല്ലെ, അവരെ സംബന്ധിച്ച് ഇപ്പൊ ഉള്ള ജനങ്ങളെ സംബന്ധിച്ച് ബേസിക് നീഡൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്. അവർക്ക് സുരക്ഷയായിട്ട് അവരെ മിക്കവാറും അക്കൗണ്ടിലൊക്കെ കുറെ ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് കുറച്ച് മെമ്പർഷിപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ ഇച്ചിരി കൂടി അടിച്ചു പിടിച്ചാൽ മാത്രം ഈ കമ്പനിയിലൊന്നും പിടിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ കുറച്ചും കൂടി ഓഫേഴ്സ് അല്ലെ അവർക്ക് ആവശ്യമാണ്. എന്താണത്? അവർക്ക് നല്ല ആദരവ് കിട്ടുന്ന തരത്തിലുള്ള കുറച്ച് ഓഫറിങ്ങൾ അല്ലെ, ചിലപ്പോ ഒരു റെസ്പെക്ട്. അവരെ ഏതായാലും ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നത് ആദ്യം അവനവന്റെ ബേസിക് ആവശ്യങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നെ ആരെങ്കിലും റെസ്പെക്ട് ചെയ്യണമെന്ന് ഒരു ആഗ്രഹത്തിലേക്ക് എത്തുകയാണ്. ഉണ്ടാവുമോ? ഓക്കെ. അപ്പൊ നമുക്കറിയാം അവര് അത്യാവശ്യം പഠിച്ച് അല്ലെ, അവര് കഷ്ടപ്പെട്ട് പഠിച്ചൊരു ജോലിയൊക്കെ നേടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല പൊസിഷനിലേക്ക് എത്താനായിട്ട് അവർ ആഗ്രഹിക്കും. കാരണം അവരുടെ അധ്വാനത്തിന്റെ മികവ് കൊണ്ടാണ് അവര് അത് നേടിയത്. അപ്പൊ ജോലി സ്ഥലങ്ങളിലാണെങ്കിലും അങ്ങനെയാണ്. അവര് ഫസ്റ്റ്ലി കുറച്ച് അല്ലെ നമ്മുടെ പ്ലേസ്മെന്റിൽ സ്റ്റാർട്ടിങ് ചെയ്ത് ട്രെയിനിങ് ഒക്കെ ആയിട്ട് കയറി അവരെ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് തന്നെ ഒരു നല്ല ആദരവ് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെടുകയാണ്. അപ്പൊ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് തീർച്ചയായിട്ടും മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു എസ്റ്റീം അല്ലെ, ഒരു ആദരവിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. Then our organization can help address esteem needs by providing a verifier of distinct symbols of achievement such as job titles, special officers, and similar rewards as appropriate. ചിലപ്പോൾ സ്പെഷ്യൽ ഓഫീസ് അല്ലെ, അതിനെ ഒരു പ്രത്യേകിച്ച് അല്ലെ ഫ്രണ്ടിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ലേബർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. മെയിൻ ഓഫീസർ അല്ലെ, റിട്ടേണിംഗ് ഓഫീസർ, എന്തെങ്കിലും ഹെഡ് ഓഫീസർ അല്ലെങ്കിൽ എന്താണ് സൂപ്രണ്ടന്റ്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ലേബല് അവർക്ക് കൊടുക്കുകയാണ്. ഒരു അംഗീകാരം അവർക്ക് കൊടുക്കുകയാണ്. അത് അവരെ ആഗ്രഹിക്കുന്നതാണ്. അവരുടെ ബേസിക് ലെവലുകളൊക്കെ ഓക്കെ, മാനേജർ പൊസിഷൻ ഓക്കെ, അതൊക്കെ അവര് ആഗ്രഹിക്കുക. അസിസ്റ്റന്റ് മാനേജർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മാനേജർ അങ്ങനെയൊക്കെയുള്ള ഒരു പൊസിഷനിലേക്ക് അവർ എത്തിപ്പെടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ബേസിക് ലെവൽ തുടങ്ങിയാണ് അദ്ദേഹത്തിന്റെ ഹയറാർക്കി വരുന്നത്. ബേസിക് ലെവൽ കഴിഞ്ഞ് കഴിയുമ്പോൾ സെക്യൂരിറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് ഇച്ചിരി കൂടി അല്ലെ ലവ് ആൻഡ് ഇൻഫെക്ഷൻ, അതേമാതിരി അഫെക്ഷൻ ലവ്, അതിലേക്ക് വരുന്നു. സ്നേഹത്തിൻ്റെതായിട്ടുള്ള ഭാഷയിലേക്ക് വരുന്നു. പിന്നെ കുറച്ചും കൂടി എന്താണ് അവരെ റെസ്പെക്ട് ചെയ്യണം അല്ലെ, ആ ഒരു ലെവലിലേക്കാണ് അവര് എത്തി നിൽക്കുന്നത്. Then at a more institute level, organization can also help us safety esteem needs by providing employees with the challenging job assignments that carry with them sense of achievement. ഓക്കെ, അപ്പൊ ചിലപ്പോൾ വേണമെങ്കിൽ നമുക്കറിയാം മാനേജ്മെന്റും ഒരു തന്ത്രം നമ്മൾ ഉപയോഗിക്കും. കുറച്ചും കൂടി വെല്ലുവിളി നിറഞ്ഞ ജോലിയൊക്കെ അവരെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് അത് അക്കംപ്ലിഷ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി അല്ലെ അവർക്ക് നല്ല ഒരു പൊസിഷനൊക്കെ കൊടുക്കും. അപ്പൊ മാനേജ്മെന്റിന്റെ തലത്തിൽ നോക്കിക്കഴിയുമ്പോൾ എന്താണ്, അവരത് ചെയ്യാനായിട്ട് വില്ലിങ് ആവുകയും ചെയ്യും. അവരെ സംബന്ധിച്ച് എന്താണ്, അവർ ഹാപ്പി ആവുകയും ചെയ്യും. കാരണം അവർക്ക് വിചാരിച്ച ആദരവ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു തരം തന്ത്രം തന്നെയാണ്, ഒരു സ്ട്രാറ്റജി തന്നെയാണ്. അപ്പൊ ഇതിലൂടെ പ്രധാനമായിട്ടും ആ വ്യക്തിക്ക് ബേസിക് ആയിട്ടുള്ള നീഡുകൾ അല്ലെ, സ്റ്റെപ്പ് ആയിട്ടുള്ള നീഡുകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ചലഞ്ചിങ് വർക്കുകൾ അല്ലെ അത് ഫേസ് ചെയ്യാനായിട്ട് ഇവർ തയ്യാറാകും എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെയാണോ? ആ പൊസിഷൻ വരെ നമ്മൾ എത്തിയില്ലേ? ദെൻ നമുക്ക് നെക്സ്റ്റ് ലാസ്റ്റിലേക്ക് പോകാം. അതിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്കൊരു പ്രൗഡ് അല്ലെ, അവർക്കൊരു എന്താ പറയാ, എനിക്ക് ഇച്ചിരി കൂടി ഏബിൾ ആണെന്ന് കാണുമ്പോൾ എന്റെ കഴിവ് അല്ലെ അത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തും. എന്റെ കഴിവ് കൊണ്ടാണ് ഞാൻ ഇത് നേടിയത് അല്ലെ. അപ്പൊ എന്റെ സ്കില്ല്, നോളജ് അല്ലെ അതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സെൽഫായിട്ട് തന്നെയുള്ള ഒരു വ്യക്തിത്വം അല്ലെ, എന്നെ മറ്റുള്ളവരെ റെസ്പെക്ട്. ഇപ്പൊ നമ്മളൊക്കെ അറിയാം, ഒരു നല്ല കമ്പനിയിലൊക്കെ നല്ല മാനേജർ അല്ലെ നല്ല വ്യക്തികളൊക്കെ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ എന്താണ് അഡ്വൈസറൊക്കെ ആയിട്ട് വിളിക്കും, ഉണ്ടാവില്ലേ? ആ കമ്പനി തന്നെ ആദരവൊക്കെ കൊടുക്കേണ്ട ഘട്ടം കഴിഞ്ഞു. പിന്നെ അവരുടെ സ്കില്ലും നോളജൊക്കെ കിട്ടിക്കഴിയുമ്പോൾ മറ്റുള്ളവര് കുറച്ച് പ്രഭാഷണത്തിനോ അല്ലെങ്കിൽ പ്രൊഫസറിന്റെ അല്ല ഒരു ചെറിയ ക്ലാസ് എടുക്കാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അസൈൻമെന്റ് ഒക്കെ നോക്കാനോ അതിന്റെ വെരിഫിക്കേഷനൊക്കെ വേണ്ടിയിട്ടൊക്കെ അവരെ വിളിക്കും അല്ലെ. അപ്പൊ അവരുടെ സ്വന്തം സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ലെവലിലേക്ക് എത്തും. എനിക്ക് ഈ കമ്പനി മാത്രം പോരാ, മറ്റുള്ള ഒരു ലെവലിലേക്കും കൂടി ഞാൻ പോകണം അല്ലെ. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി അവർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് തുടങ്ങും.
അപ്പൊ ആ ഒരു ടോപ്പ് ലെവലിലേക്ക് എത്താണ്. അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഹൈറാർക്കി ആണ് വാട്ട് മെഷർ സെൽസ് ദ സെൽഫ് actualization needs. Then these involve realizing one's potential for a continued growth and individual development. അവിടെ കണ്ടിന്യൂവേഷൻ ആയിട്ട് അദ്ദേഹത്തിന്റെ കഴിവ് വളർത്തിയെടുക്കുകയും വികസിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ദേ ആർ ഹൈലി ഇൻഡിവിജ്വലൈസ്ഡ് ആൻഡ് പേഴ്സണൽ സെൽഫ് actualization needs are perhaps most difficult for managers to address. In fact, it can be argued that individuals must meet these needs entirely by themselves. Okay, നമുക്കറിയാം അവരെ മോസ്റ്റ്ലി അല്ലെ ഇത് ഫേസ് ചെയ്യാൻ മാനേജറിനെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇതിനെ കവർ ചെയ്യാന്ന് വെച്ചാൽ അവര് ഒരു നല്ല ലെവലിലേക്ക് തന്നെ പീക്ക് ലെവലിലേക്ക് തന്നെ എത്തി. അപ്പൊ നമുക്കറിയാം പിന്നെ മാനേജ്മെന്റ് ശ്രമിക്കുന്നത് ഈ ഒരു സ്ഥാപനത്തിന്റെ മേലധികാരിയാണ് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ അവിടെ ആ ഒരു സ്ഥാപനത്തിന് കിട്ടുന്ന ഒരു അംഗീകാരം ലെവലിലേക്ക് പോവുകയാണ് മറ്റു പബ്ലിക്കിന്റെ ഇടയിലെ അല്ലെങ്കിൽ മറ്റു കമ്പനികളുടെ ഇടയിലെ. അപ്പൊ ഇവിടെ അല്ലെ ഇവിടെയുള്ള ഏറ്റവും നല്ല കഴിവുള്ള യോഗ്യരായ വ്യക്തികളാണ് എന്നുള്ള ലെവലിലേക്ക് വരുമ്പോൾ കമ്പനിയെ സംബന്ധിച്ചത് ഗുണം തന്നെയാണ്, വ്യക്തിയെ സംബന്ധിച്ചും ഗുണം തന്നെയാണ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അദ്ദേഹം അഡ്രസ് ചെയ്തിട്ടായിരിക്കും ഓരോ കാര്യങ്ങളിലേക്കൊക്കെ എത്തിപ്പെടുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിലൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് തുടങ്ങും. ഇതല്ലേ അപ്പൊ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ് ബേസിക് ആയിട്ട് ഒരു സ്ഥാപനം തന്നെ ഒരു എംപ്ലോയിനെ എങ്ങനെയാണ് വളർത്തിക്കൊണ്ട് വരേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് ആ ഒരു എംപ്ലോയിൽ നിന്ന് നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അവന്റെ ആദ്യത്തെ ആഗ്രഹം ഇതായിരിക്കും, നെക്സ്റ്റ് ആഗ്രഹം അതായിരിക്കും അല്ലെ, അതിനുശേഷം അദ്ദേഹത്തിന്റെ ആഗ്രഹം ആ എംപ്ലോയിയുടെ ആഗ്രഹം ഇതായിരിക്കും. ആ ഒരു ഹൈറാർക്കി സിസ്റ്റം, ആ ഒരു ശ്രേണിയാണ് ഇവിടെ കൃത്യമായിട്ട് പ്രവചിച്ചു തരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾക്ക് ലാസ്റ്റ് ഇതിലേക്ക് പോകാം. Organization help, however, by creating climate where self-actualization possible. For instance, an organization can promote the fulfillment of these needs by properly. Okay, അപ്പൊ ഇൻ കേസ് എനിക്ക് മറ്റൊരു കമ്പനിയിൽ പോയി എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അല്ലെങ്കിൽ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അവര് അതിനെ അനുവദിക്കും. കാരണം നമ്മുടെ കമ്പനിയുടെ കൂടി പേരിയാണ് അവിടെ നേടിയെടുക്കാനൊക്കെ ആയിട്ടുള്ള സാധ്യതകൾ അല്ലെ. അപ്പൊ ബേസിക്കലി ഒരു എംപ്ലോയിനെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ശരിക്കും ചെയ്തിരിക്കുന്നത് കമ്പനിയെ സംബന്ധിച്ച്. പക്ഷെ കമ്പനി അറിയാതെ തന്നെ ആ വ്യക്തിയും കൂടി അതിനോടൊപ്പം തന്നെ വളർന്നു പോയിട്ടുണ്ട്. അതിന്റെ ആവശ്യങ്ങളും കൂടി അദ്ദേഹം തന്നെ ഡെവലപ്പ് ചെയ്തത് പോയിട്ടുണ്ട്. Then employees with a chance to take a part in decision making about their work and with the chance to learn new things about their new jobs and organization. ഓർഗനൈസേഷനെ സംബന്ധിച്ചൊക്കെ ഇദ്ദേഹം പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിൽ പങ്കാളിയൊക്കെ ആവും. കാരണം നമുക്കറിയാം അദ്ദേഹത്തിന്റെ ബേസിക് ആവശ്യങ്ങളൊക്കെ നിറവേറ്റി നമ്മൾ തന്നെ അല്ലെ, കമ്പനി തന്നെയാണ് അതിന് ചാൻസുകളൊക്കെ ഒരുക്കി കൊടുത്തെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവും തന്നെ നോളജ് വികസിപ്പിച്ചു അല്ലെ, ഡെവലപ്പ് ചെയ്തു. അപ്പൊ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയി, കമ്പനിയെ സംബന്ധിച്ചും യൂസ്ഫുൾ ആയി, പുറത്തുള്ള ആൾക്കാരുകൾക്കും അത് പേരുകേട്ട ഒരു പ്രസ്റ്റീജ് ഇഷ്യൂസ് ഒക്കെ നേടിയെടുക്കാനൊക്കെ ആയിട്ടുള്ള സാധ്യത വരുന്നു. അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹത്തിന് തീരുമാനങ്ങൾ എടുക്കുന്നതിനൊക്കെ പങ്കാളിയാവാനൊക്കെ ഉള്ള അവസരങ്ങളെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യും അല്ലെ, അവർക്ക് അവസരങ്ങളൊക്കെ കൊടുക്കും. അപ്പൊ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ സംഭാവനകൾ തീർച്ചയായിട്ടും ഓർഗനൈസേഷനും നൽകും. then അങ്ങനെ പെർഫോമൻസ് അല്ലെ, നല്ല പ്രകടനം കാഴ്ചവെച്ച് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. Learning more about the organization are likely to help people experience the personal growth and development associated with the self-actualizing. അപ്പോ സെൽഫ് ആയിട്ടുള്ള ആക്ച്വലൈസിംഗിൽ വരുമ്പോൾ, വ്യക്തിത്വത്തിൽ വരുമ്പോൾ അദ്ദേഹം കമ്പനിക്കും ഗുണകരമാണ്, അദ്ദേഹത്തിനും മോസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇനി ഇദ്ദേഹത്തിന്റെ മാഷ്ലോ സജസ്റ്റ് ചെയ്യുന്ന ഒരു രീതി നമ്മൾ ബേസിക്കലി കണ്ടു. എന്താണ് the 5 levels of needs are arranged in order to importance starting at the bottom of the hierarchy. Refer figure അല്ലെ, നമ്മൾ കണ്ടായിരുന്നു ആ ഒരു ഹൈറാർക്കി ഫിഗറിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലെ. നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ, then safety, then love and belongings, then esteem ആദരവ്, then self acquisition എന്ന് വെച്ചാൽ അദ്ദേഹം സെൽഫായിട്ട് തന്നെ സ്കില്ലും അദ്ദേഹത്തിന്റെ നോളജും ഡെവലപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥ. ആ ഒരു പീക്ക് ലെവലിലേക്ക് എത്തിയിരിക്കുന്ന ഒരു ഫിഗർ ആണ് ഇവിടെ വരുന്നത്. അദ്ദേഹത്തിന്റെ മാഷ്ലോവിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഈ ഒരു ലെവല് വരുന്നത്, സ്റ്റാർട്ടിങ് ചെയ്യുന്നത് എന്താണ് നമ്മുടെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള നീഡ്സിൽ നിന്നാണ്. ആൻ ഇൻഡിവിജ്വൽ ഈസ് മോട്ടിവേറ്റഡ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ടു സാറ്റിസ്ഫൈ ഫിസിയോളജിക്കൽ നീഡ്സ്.
As long as these needs are satisfied, the individual motivated and he move up the hierarchy and they become concerned with the security need. Okay, firstly നമ്മുടെ പാർപ്പിടവും റെസ്റ്റോറൻറ്റും അതേമാതിരി തന്നെ വെള്ളം ഇതൊക്കെ കഴിഞ്ഞല്ലേ, ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സെക്യൂരിറ്റിയിലേക്ക് എത്തിപ്പെടുന്നു. Then എന്താണ് this moving up process continues until the individual reaches the self-actualization level. നമ്മൾ ലാസ്റ്റ്ലി എൻഡ് വരെ അല്ലെ നമ്മൾ സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്ത് അല്ലെ വരുന്ന ഒരവസ്ഥയിലേക്ക് വരെ എത്തി നിൽക്കുന്നു. ഓക്കെ, അതുവരെ ഓക്കെ ആണോ? ആ ഒരു 5 ലെവൽ വരെ നിങ്ങൾ ക്യാച്ച് ചെയ്തു? ഓക്കെ ആണോ? ഇനി അടുത്ത പാരഗ്രാഫിൽ അതിന്റെ വിമർശനാണ്. അപ്പൊ അതുവരെയും നിങ്ങൾ ഓക്കെ ആണോ? ജസ്റ്റ് നോക്കേണ്ടതുണ്ടോ? ആരെങ്കിലും നോക്കേണ്ടതുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് വരും. ഒക്കെയാണെന്ന് പറയുന്നു. എവിടെയെങ്കിലൊക്കെ നോക്കേണ്ടതുണ്ടെങ്കിൽ നോക്കി പോവുക. എവിടെയെങ്കിലും നോട്ട് ചെയ്യാനുണ്ടെങ്കിലും ഒന്ന് നോക്കിയിട്ട് കേട്ടോ. കാരണം ഞാൻ എല്ലാവർക്കും അറിയണമെന്നില്ല. ഫസ്റ്റ്ലി എന്താണ് ബേസിക് ആയിട്ടുള്ള നീഡ്സുകളാണ്, അതിവിടെ പ്രത്യേകം എടുത്ത് പറയുന്നില്ല. എന്താണ് ഫിസിയോളജിക്കൽ എന്നാലും പറയുന്നുണ്ട്, കുറച്ച് ക്ലോത്തിങ്ങിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, ഹൗസിംഗ് ആൻഡ് ക്ലോത്തിങ്. ഓക്കെ, അപ്പൊ ബേസിക്കലായിട്ടുള്ള കാര്യം അതാണ്. സേഫ്റ്റി, സുരക്ഷയിലേക്ക് എത്തുന്നു. അതായത് നമുക്ക് ഇത്രയും മാത്രമല്ല, അത് നിലനിർത്തി കൊണ്ടുപോകണം. നമുക്ക് കുറച്ചും കൂടി എക്കണോമിക്കലായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നു. അത് മാത്രമല്ല വീട്ടിലൊക്കെ അല്ലേ നമ്മളൊരു ബന്ധം അവരൊക്കെ നിലനിർത്തി കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. അത് ഓഫീസിലാണെങ്കിലും ഒരു അസോസിയേഷൻ ഒക്കെ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. ദെൻ അവരിലെല്ലാം ആദരവ്, എസ്റ്റീം അല്ലെ, ആദരവ് നേടണമെന്ന് ആഗ്രഹിക്കുന്നു. ദെൻ ഈ ആദരവ് എല്ലാം കിട്ടിയാൽ മാത്രം പോരാ, കുറച്ചും കൂടി പുറത്തുനിന്നും കൂടി അല്ലെ കുറച്ചും കൂടി ഡിസിഷൻ ഒക്കെ എടുക്കാനുള്ള പവറിലേക്ക്, എന്റെ കഴിവ് എന്ന് പറയുന്നത് അല്ലെ എല്ലാം കൊണ്ടും യോഗ്യനായ ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഡിസിഷൻ, കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു പ്രൊഫസറിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ലെവലിലേക്ക്, ഹൈ ലെവലിലേക്ക് എത്തുന്നു. ഓക്കെ, ജസ്റ്റ് നോട്ട് ചെയ്യാനുണ്ടെങ്കിലൊക്കെ നോട്ട് ചെയ്ത് പോവുക. അടുത്ത ഒരു ഇത് കൂടി പറഞ്ഞോട്ടെ. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ ഇത് കണ്ടു അല്ലെ, നമ്മള് അത്ര കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മാസ്ലോവിന്റെ കൺസെപ്റ്റ് കണ്ടു. മാസ്ലോ കൺസെപ്റ്റ് ഓഫ് ദ നീഡ്സ് ഹൈറാർക്കി ഹാസ് എ സർട്ടൻ intuitive logic and has accepted by many managers. Okay, ഒരുപാട് മാനേജേഴ്സ് ഒക്കെ അത് സ്വീകരിച്ചു. ഓക്കെ, അത് കുഴപ്പമില്ലാത്ത ഒരു കാര്യം തന്നെയാണെന്നൊക്കെ കുറെ പേര് അംഗീകരിച്ചു. ബട്ട് റിസർച്ച് ഹാസ് റിവീൽഡ് സെവറൽ ഷോർട്ട് കമ്മിങ് ഓഫ് ദ തിയറി. ഈ തിയറിയിൽ കുറച്ച് അല്ലെ ഷോർട്ട് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഏതൊരു തിയറി കൊണ്ടുവരുമ്പോഴും അതിൻ്റെതായിട്ടുള്ള അല്ലെ ചേരായ്മകളും പോരായ്മകളൊക്കെ ഉണ്ടെന്ന് വാദിക്കുന്നവരുമുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് പോരായ്മകൾ ഉണ്ട് എന്ന് പറയുന്നതിൽ എക്സാമ്പിൾ പറയുന്നത്, സം റിസർച്ച് ഹാസ് ഫൗണ്ട് ദാറ്റ് 5 levels of needs are not always present. അല്ലെ, എപ്പോഴും ഈ ലെവല് അല്ലെ എല്ലായ്പ്പോഴും നിലവിലെ കാര്യങ്ങൾ തന്നെ അവിടെ ആവണമെന്നില്ല. ചിലപ്പോഴൊക്കെ പ്രസന്റ്ലി ചിലപ്പോ ഒരു വീടൊക്കെ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ പ്രകൃതി ഷോക്കൊക്കെ വന്നു കഴിയുമ്പോൾ അതൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാം അല്ലെ. നമ്മള് ബേസിക് നീഡ് കണ്ടെത്തിയായിരിക്കും നമ്മൾ അങ്ങനെ പോകുന്നത്, മൂവ് ചെയ്ത് പോകുന്നത്. ഒരു പക്ഷെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒരു സുപ്രഭാതത്തിലെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ആൻഡ് ദാറ്റ് order of 5 the level is not always the same as postulated by Maslow. മാസ്ലോ പറഞ്ഞ മാതിരി തന്നെ ഇങ്ങനെ ഫസ്റ്റ്ലി ആദ്യം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഒരുപക്ഷെ വ്യത്യസ്തമായ രീതിയിലും ആഗ്രഹിക്കുന്നവരുണ്ടാവും അല്ലെ. ബേസിക്കലി ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ലവ് അല്ലെ, മറ്റുള്ളവരോടൊക്കെ പ്രീതി സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് വസ്ത്രവും കുറച്ച് ഭക്ഷണമൊക്കെ ഉള്ളവർക്കും എന്താണ് സെക്യൂരിറ്റി ഇല്ലെങ്കിൽ കൂടിയും അവര് ആഗ്രഹിക്കുന്നതാണ് അല്ലെ. നല്ല ബന്ധങ്ങളൊക്കെ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലെ, ഉണ്ടാവൂലേ. അവര് എക്കണോമിക്കലി സുരക്ഷ കിട്ടിയതിന് ശേഷം മാത്രമാണോ ലവ് ആൻഡ് അഫെക്ഷനിലേക്ക് വരുന്നത്? അല്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള രീതികളും ഇതിൽ വരാനൊക്കെയായിട്ടുള്ള സാധ്യതയുണ്ട്. Then moreover it is difficult for organization to use the need hierarchy to enhance employees motivation. അതായത് എംപ്ലോയിയുടെ പ്രേരണയ്ക്ക് അനുസരിച്ചിട്ട് ഓർഗനൈസേഷൻ അല്ലെ, ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അത് ആഗ്രഹിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഓർഗനൈസേഷൻ എംപ്ലോയിയുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ട് ഓർഗനൈസേഷൻ ചട്ടക്കൂട് രൂപപ്പെടുത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഓർഗനൈസേഷൻ അതിൻ്റെതായ ഗോൾസ് ഉണ്ട്. എംപ്ലോയീസിനെ മാത്രം കൺസിഡർ ചെയ്തിട്ട് അതിന്റെ ഒരു ഹൈറാർക്കി സിസ്റ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല എന്നുള്ളത്. എനിക്ക് അത്രയാണ് വിമർശനത്തില് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ?
ഓക്കെ അല്ലേ? നമുക്കൊരു അടുത്തൊരു അപ്രോച്ചിലേക്കും കൂടി പോകാം. കുഴപ്പമില്ലല്ലോ, കുറച്ചെടുക്കുന്നല്ലോ നമ്മുടെ ക്ലാസ് കഴിയുന്നത്രേ. കുറച്ച് ക്ലാസ് ഒക്കെ അടുത്ത മിസ് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പൊ മിസ് ഒരുങ്ങുന്നവരേക്കുള്ള ഭാഗങ്ങള് ഞാനൊന്ന് കവർ ചെയ്തിരിക്കാം. പിന്നെ നെക്സ്റ്റ് നോക്കുമ്പോൾ ന്യൂ അപ്രോച്ചസ് ഓഫ് മോട്ടിവേഷൻ ഓർഗനൈസേഷൻ, അതായത് പുതിയൊരു അപ്രോച്ച് ആണ്. അതായത് ഈ ഒരു ഇതുകൊണ്ട് തന്നെ, ഈ ഒരു ഹയറാർക്കി സിസ്റ്റം കൊണ്ട് തന്നെ നമുക്ക് സാധ്യമല്ല എന്ന വിമർശകരുടെ നേതൃത്വത്തിൽ പുതിയൊരു അപ്രോച്ച് നോക്കാം. New approaches are emerged to supplement the established model and theory of motivation. ഇതൊരു പ്രേരകത്തിന്റെ പൂരകമായിട്ടുള്ള ഘടകം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രേരണയുടെ ഫലം തന്നെയാണ് ഇതിൽ വരുന്നത്. Two of the most promising are goal setting theory and Japanese approach. ഇതിലെ പ്രധാനമായിട്ടും വരുന്നത് ലക്ഷ്യം അല്ലെ, ലക്ഷ്യക്രമീകരണ സിദ്ധാന്തവും മറ്റൊന്ന് ജാപ്പനീസ് അപ്രോച്ചുമാണ് ഈ ഒരു പുതിയ ന്യൂ അപ്രോച്ചസിൽ വരുന്നത്. അതിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഗോൾ സെറ്റിംഗ് തിയറി എന്താണെന്ന് നോക്കാം. This approaches to motivation has been coined in the US by Edwin Locke and his associates in the 1980s. അതായത് 1980 നമ്മുടെ എഡ്വിൻ ലോക്കും അവരുടെ അസോസിയേഷൻ ഒക്കെ കൂടിയിട്ടാണ് ഈ ഒരു പുതിയ അപ്രോച്ച്, അതായത് എന്താണ് നമ്മുടെ ഗോൾ സെറ്റിംഗ് തിയറിയിലേക്ക് വരുന്നത്. Goal setting theory suggests that managers and subordinates should set goals for individuals on a regular basis as suggested by Leo. അതായത് ഇതിലെ പ്രധാനമായിട്ടും പറയുന്നത് അവിടെയുള്ള മാനേജേഴ്സും സബോർഡിനേറ്റ്, അതായത് അല്ലെ നമ്മുടെ സബോർഡിനേറ്റ് എന്ന് പറയുന്ന കീഴുദ്യോഗസ്ഥർ അല്ലെ, അവിടെ തീർച്ചയായിട്ടും അവർക്കും കൂടി ഒരു പങ്കാളിത്തം കൊടുത്തുകൊണ്ടുള്ള ഒരു ഗോൾ സെറ്റിംഗ് ആണ്. ഗോൾ സെറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലക്ഷ്യം നിർണ്ണയം അല്ലെ. അവിടെ ഒരു കമ്പനിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ പ്രധാനമായിട്ടും എന്താണ് മാനേജേഴ്സിന് മാത്രം എടുക്കുന്ന ഒരു ലക്ഷ്യമായിരിക്കരുത്. എന്താണ് സബോർഡിനേറ്റിനെയും കൂടി, അവിടെയുള്ള മാനേജേഴ്സിന് കീഴിലുള്ള എല്ലാ വർക്കേഴ്സിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കണം ഗോള് സെറ്റ് ചെയ്യാനുള്ള, ലക്ഷ്യം സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ആ ഒരു സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് മാനേജർമാരും അല്ലെ, മാനേജറും ഉദ്യോഗസ്ഥരും അവര് പതിവായിട്ട് ലക്ഷ്യങ്ങൾ നിശ്ചയിക്കണം എന്നുള്ളതാണ്. അതായത് ലക്ഷ്യം എന്നുള്ളത് ഒരു ഒറ്റയ്ക്കുള്ള ഒരു തീരുമാനമാകരുത്. വീണ്ടും ഒരു സെന്റൻസിൽ വരുന്നുണ്ട്. ഗോൾ സെറ്റിംഗ് തിയറി സജസ്റ്റ് ദാറ്റ് മാനേജേഴ്സ് ആൻഡ് സബോർഡിനേറ്റ് ഷുഡ് സെറ്റ് ഗോൾസ് ഫോർ ദ ഇൻഡിവിജ്വൽസ് ഓൺ എ റെഗുലർ ബേസിസ്. അതായത് നമ്മൾ നിശ്ചയമായിട്ടും ഡെയിലി അല്ലെ, റെഗുലർ ആയിട്ട് തന്നെ, അതിൽ പ്രധാനം എടുത്തു പറയുന്നത് പതിവായിട്ട് ലക്ഷ്യങ്ങൾ നിർണ്ണയിച്ചു പോകണം. ഒരു വലിയ ഒരു ഗോൾ ഒരു പക്ഷേ മാനേജ്മെന്റിൽ ഉണ്ടാവായിരിക്കാം, പക്ഷെ അത് ഒറ്റയടിക്ക് നമുക്ക് ഏതൊരു സ്ഥാപനത്തിനും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കില്ല അല്ലെ, ശരിയല്ലേ? ഒറ്റയടിക്ക് ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. പതിയെ പതിയാണ് ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. നിങ്ങൾ ഇവിടുന്ന് പോയാ തിയറിയൊക്കെ പഠിപ്പിച്ചോടുകൂടി അല്ല. അപ്പൊ അതില് ഒറ്റയടിക്ക് നമുക്ക് ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കില്ല. ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്നത് സബോർഡിനേറ്റ് മാനേജറും റെഗുലർ ബേസിൽ തന്നെ, അതായത് നമ്മൾ ലക്ഷ്യത്തിനോട് അനുബന്ധമായിട്ട് ക്രമീകരണ സിദ്ധാന്തത്തിൽ പതിവായിട്ട് ലക്ഷ്യങ്ങൾ നമ്മൾ ടാർഗറ്റ് ചെയ്ത് മുന്നേറാനായിട്ടാണ് പറയുന്നത്. These goals should be moderately difficult and very specific and of a type that employee will accept and make a commitment to accomplish. അതായത് ഈ ലക്ഷ്യം എന്ന് പറയുന്നത് അവർക്ക് എന്താ പറയുക, അവിടെയുള്ള എംപ്ലോയീസിനെ സംബന്ധിച്ച് ഫുൾ സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല, കുറച്ച് ഡിഫിക്കൽട്ടി ഒക്കെ ആവും. അത് മാത്രമല്ല ഒരു നിശ്ചിതമായിട്ട് വെരി സ്പെസിഫിക് ആൻഡ് ഓഫ് എ ടൈപ്പ് ഓഫ് ദ എംപ്ലോയി വിൽ ആക്സെപ്റ്റ്, എന്നാൽ കൂടി അവിടെയുള്ള എംപ്ലോയീസിന് സ്വീകാര്യവുമായിരിക്കണം. ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു അല്ലെ ഗോളെല്ലാം സെറ്റ് ചെയ്യേണ്ടത്, ഒരു ലക്ഷ്യമല്ല, അവരെ കൊണ്ട് പറ്റാവുന്ന തരത്തിലുള്ള ഒരു ജോലിയാണ് അവരെ കൊണ്ട് ഇടിപ്പിക്കേണ്ടത് അല്ലെ. അപ്പൊ അവർക്ക് പറ്റിയും വേണം, എന്നാൽ വളരെ സിമ്പിളുമായിരിക്കും എഴുത്. മോഡേർലി എന്താണ് ഡിഫിക്കൽട്ട് ആൻഡ് വെരി സ്പെസിഫിക് ആൻഡ് ഓഫ് എ ടൈപ്പ് ദാറ്റ് എംപ്ലോയി വിൽ ആക്സെപ്റ്റ് ആൻഡ് മേക്ക് കമ്മിറ്റ്മെന്റ് ടു അക്കംപ്ലിഷ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് എന്താ പ്രത്യേകത, അവരെ ഇൻവോൾവ് ചെയ്തിട്ടാണ് ഒരു ലക്ഷ്യങ്ങൾ ഓരോ അല്ലെ ക്രമേണ ദൈനംദിനമായിട്ട് തന്നെ ലക്ഷ്യങ്ങളിലേക്ക് ഏർപ്പെടുന്നു. ആ ലക്ഷ്യം എന്ന് പറയുമ്പോൾ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നു. പിന്നെ അത് എപ്പോഴും അവർക്ക് സിമ്പിൾ ആയിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന ലക്ഷ്യമല്ല, കുറച്ച് ഡിഫിക്കൽട്ട് ഒക്കെയാണ്, പക്ഷെ എന്താണ് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊന്നും ആയിരിക്കരുത്. അപ്പൊ അവർക്കുള്ള പ്രത്യേകത എന്താണ്, അവരെങ്ങനെയെങ്കിലും ലക്ഷ്യം നേടിയെടുക്കാൻ ഒരു കമ്മിറ്റ്മെന്റ്, ഒരു പ്രതിബദ്ധത അവർക്കുണ്ടാവും. കാരണം അവരെ കൂടി ഉൾക്കൊള്ളിച്ചിട്ടാണ് തീരുമാനം എടുത്തത്, അവർക്ക് പറ്റുമെന്നുള്ള ഒരു ചെറിയ ഉറപ്പൊക്കെ അവർ കൊടുത്തിട്ടുണ്ടാകും.
എന്നാൽ ബുദ്ധിമുട്ടാണെന്നും അവർ പറഞ്ഞിട്ടുണ്ടാവും. എങ്കിൽ കൂടി അവർക്കൊരു പ്രതിബദ്ധത അവിടെ ഉണ്ടാവും. ഓക്കെ, അതാണ് അവിടെ പ്രധാനമായിട്ടും ആ തിയറിയിൽ പ്രധാനമായിട്ട് എടുത്ത് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? പോയോ? തിയറി പഠിപ്പിക്കുന്നവർക്കൊന്നും പോയോ? കിട്ടുന്നുണ്ടോ? പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയണോ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് നോക്കാം. വേണ്ട. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് റിവാർഡ്സ് ഷുഡ് ബി ഡയറക്ട്ലി ലിങ്ക്ഡ് ടു അച്ചീവ്ഡ് ഗോൾസ്. അല്ലെ, ഇവിടെ നമ്മൾ പറയാണ് ലക്ഷ്യം നേടിയെടുക്കുകയാണെങ്കിൽ അവർ നന്നായിട്ട് അതിനെ പെർഫോം ചെയ്യുന്നുണ്ട്. അവർക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അവരത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കുറച്ച് റിവാർഡുകളൊക്കെ അതിനോടൊപ്പം തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. When involved in goal settings, employees see how their effort will lead to performance, reward and personal satisfaction. അപ്പൊ ഇങ്ങനെയൊക്കെ റിവാർഡ് കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത? അവര് നല്ല രീതിയിൽ അവരുടെ വർക്ക് അല്ലെ നല്ല കാര്യക്ഷമമായിട്ട് എഫിഷ്യന്റ് ആയിട്ട് തന്നെ അവരുടെ വർക്ക് പ്രകടിപ്പിക്കാനായിട്ട് അത് വർക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് തയ്യാറാവും. ദെൻ അവർക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു തൃപ്തിയും ഉണ്ടാവും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇതിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരെയും കൂടി മിങ്കിൾ ചെയ്തിട്ട് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത്. ദെൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണമെന്നില്ല, കുറച്ച് ഡിഫിക്കൽട്ട് ആവുന്നതിന് പ്രശ്നമില്ല, പക്ഷെ അവർ ആക്സെപ്റ്റബിൾ ആയിരിക്കണം. ദെൻ അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്കൊരു അല്ലെ നമ്മൾ തീരുമാനം നിറവേറ്റണം എന്നുള്ളൊരു പ്രതിബദ്ധത ഉണ്ടാവും എന്നുള്ളതാണ്. ദെൻ അത് മാത്രമല്ല മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് കുറച്ച് റിവാർഡുകളൊക്കെ കൊടുക്കാം. അങ്ങനെ റിവാർഡുകളൊക്കെ കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത? അവര് സാറ്റിസ്ഫൈ അവർക്ക് തൃപ്തി കിട്ടുകയും ചെയ്യും. ദെൻ അവരെന്താണ് മാക്സിമം അവര് എഫേർട്ട് പെർഫോം ചെയ്യുകയും ചെയ്യും, വെച്ചാൽ പ്രകടിപ്പിക്കുകയും ചെയ്യുകയും ചെയ്യും. ഓക്കെ അല്ലേ? ഇതിന്റെ സവിശേഷതകൾ നമുക്ക് നോക്കാം. സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ദിസ് തിയറീസ് ആർ ഫോളോസ്. സ്പെസിഫിക് ഗോൾ ഫിക്സസ് ദ നീഡ് ഓഫ് റിസോഴ്സസ് ആൻഡ് എഫേർട്സ്. നമ്മൾ കണ്ടു അല്ലെ, അവിടെ അവിടെ എന്താണ് ഉദ്ദേശം അനുസരിച്ചിട്ട് തന്നെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വിഭവങ്ങളുടെയും പരിശ്രമങ്ങളുടെയും ആവശ്യകതയെ നിർദ്ദിഷ്ട ലക്ഷ്യം അല്ലെ, അത് നിർദ്ദിഷ്ട ലക്ഷ്യം ഉണ്ടായിരിക്കണം. അവിടെയുള്ള വിഭവശേഷി അനുസരിച്ചിട്ട് തന്നെ അവിടെ ഒരു ലക്ഷ്യം കൃത്യമായിട്ട് തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഗോള് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം അവിടെയുള്ള ഹ്യൂമൻ എഫേർട്ടുകളാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ എത്രത്തോളം എംപ്ലോയീസ് ഉണ്ട്, അവരെ കൊണ്ട് പറ്റുമോ എന്ന് കൺസിഡർ ചെയ്തിട്ട് അവിടെ ഗോള് സെറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നിർദ്ദിഷ്ട ലക്ഷ്യം അവിടെ തീരുമാനിക്കുകയാണ് ഒരു ഫീച്ചറായിട്ട് പറയുന്നത്. ദെൻ ഇറ്റ് ഇൻക്രീസ് പെർഫോമൻസ്, അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലക്ഷ്യമായതുകൊണ്ട് തന്നെ അവർക്ക് നല്ല പ്രകടനം അല്ലെ, ഇൻക്രീസ് പെർഫോമൻസ്, നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് അല്ലെ അത് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു അവർക്ക് പറ്റുമെന്ന് അല്ലെ അക്സെപ്റ്റബിൾ ആകുമെന്നൊക്കെ നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. Then difficult goals result higher performance than easy job. അതായത് ബുദ്ധിമുട്ടുള്ള ലക്ഷ്യങ്ങൾ അല്ലെ ചിലപ്പോ ജോലിയേക്കാളോ ഉയർന്ന പ്രകടനം എന്ന് വെച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടുള്ളതാണ് കൊടുക്കുന്നതെങ്കിലും അവരുടെ ഇൻവോൾവ്മെന്റ് കൂടി ഉറപ്പുവരുത്തിയിട്ടാണ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് നല്ല രീതിയിൽ തന്നെ പരമാവധി അവരുടെ പ്രകടനം അതിൽ കാഴ്ചവെക്കും. ഡിഫിക്കൽട്ട് ആണെങ്കിൽ കൂടി അത് ഈസി ആവുന്ന രീതിയിൽ അവരുടെ പ്രകടനത്തിൽ അത് ഉണ്ടാകും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇവിടെ എന്താ ഡിഫിക്കൽട്ട് ഗോൾസ് എന്ന് പറയണേന്ന് ചോദിക്കരുത്. കാരണം ഗോള് സെറ്റ് ചെയ്യുമ്പോൾ അവിടെ ഡിഫിക്കൽട്ട് ആണെന്ന് കണ്ടിട്ട് തന്നെയാണ്, കുറച്ച് ഡിഫിക്കൽട്ട് ഒക്കെ ആയിരിക്കും, പക്ഷെ ഇവർക്ക് പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് ഗോൾ സെറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഡിഫിക്കൽട്ട് ഗോൾ ആണ് എങ്കിൽ കൂടി അവിടെ ഈസി ആയിട്ട് അവരുടെ പ്രകടനത്തിലേക്ക് അത് നയിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവരെ പങ്കെടുപ്പിച്ചിട്ടാണ് ഗോള് സെറ്റ് ചെയ്യുന്നത്. ഇനി ബെറ്റർ ഫീഡ്ബാക്ക് ഓഫ് റിസൾട്ട് ലീഡ്സ് ടു ബെറ്റർ പെർഫോമൻസ്, ഇതാണ് ലാക്ക് ഓഫ് ഫീഡ്ബാക്ക്. അതായത് നമ്മളിപ്പോ ഒറ്റയടിക്ക് ഒരു ലക്ഷ്യം തീരുമാനിക്കാനല്ല അല്ലെ, നമ്മള് ദൈനംദിനമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലക്ഷ്യങ്ങൾ തീരുമാനിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് ഇവരുടെ ഫീഡ്ബാക്കുകളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടൊക്കെയാണ് അവിടെ എന്താണ് പുതിയ പുതിയ ലക്ഷ്യങ്ങൾ അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ബെറ്റർ ഫീഡ്ബാക്ക് ഓഫ് റിസൾട്ട് ലീഡ്സ് ടു ബെറ്റർ പെർഫോമൻസ്, ഇതാണ് ലാക്ക് ഓഫ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്കിന്റെ അഭാവം അവിടെ വരുന്നില്ല, കാരണം ഇടയ്ക്കിടയ്ക്ക് ഒറ്റയടിക്ക് ഒരു തീരുമാനമല്ല എടുക്കുന്നത്, അവയും കൂടി ഇൻവോൾവ് ചെയ്തിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ടുകൾ നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നത്. Then participation of employees in a goal has mixed result.
അതായത് ഇതിന് നല്ല സമ്മിശ്ര ഫലങ്ങളുണ്ട് അല്ലെ. പാർട്ടിസിപ്പേഷൻ ഓഫ് എംപ്ലോയീസ് ഇൻ ഗോൾ ഹാസ് എ മിക്സഡ് റിസൾട്ട് എന്ന് പറയുമ്പോൾ പലരുടെയും ഫീഡ്ബാക്കുകൾ ചോദിച്ചറിയുന്നുണ്ട്. അപ്പൊ അവിടെ തന്നെ എല്ലാവർക്കും അവരവരുടെ പെർഫോമൻസ് ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഫീൽ ചെയ്തെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ മിക്സഡ് ആയിട്ടുള്ള റിസൾട്ടുകൾ അതിൽ നിന്ന് കണ്ടെത്താനായിട്ട്, എംപ്ലോയീസിന്റെ മിക്സഡ് ആയിട്ടുള്ള റിസൾട്ടുകൾ അല്ലെങ്കിൽ പങ്കാളിത്തമൊക്കെ അതിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. Then participation in setting goals, however, increase acceptance of goals and involvement. അപ്പൊ നമ്മൾ കണ്ടു അല്ലെ, അത്തരത്തിലുള്ള അവരുടെ പാർട്ടിസിപ്പേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നതിലെ പങ്കാളിത്തം അല്ലെ, അത് തീർച്ചയായിട്ടും അത് അവരെ കൊണ്ട് സ്വീകാര്യമാക്കും. കാരണം കൂടുതൽ അവർക്ക് ഇൻവോൾവ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, കാരണം അവരെയും കൂടെ പങ്കെടുപ്പിച്ചിട്ടാണ് ലക്ഷ്യം തീരുമാനിക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ പറയാണ്, പാർട്ടിസിപ്പേഷൻ ഇൻ സെറ്റിംഗ് ഗോൾസ് ഹൗവർ ഇൻക്രീസ് അക്സെപ്റ്റൻസ് ഓഫ് ഗോൾസ് ആൻഡ് ഇൻവോൾവ്മെന്റ്. അവരെന്തായാലും അത് സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നു, അവരതിലെ പങ്കാളിയാവേണ്ടതായിട്ട് വരുന്നു. കാരണം എന്തുകൊണ്ടാ, അവരുടെ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അവരുടെ പങ്കാളിത്തം കൂടി ഉറപ്പാക്കിയിട്ടാണ് ഗോൾസുകൾ സെറ്റ് ചെയ്യുന്നത്. ഗോൾസ് എന്ന് പറയുമ്പോൾ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയി പോകുന്നില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. കാരണം നമ്മൾ അതിൽ ജസ്റ്റ് ഫസ്റ്റ്ലി നമ്മൾ കണ്ടായിരുന്നു, അവരെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ടാണ് ഗോൾസ് സെറ്റ് ചെയ്യുന്നത്. അതാണ് ഈ തിയറിയുടെ പ്രത്യേകത. ഇനി ലാസ്റ്റ് നോക്കാം. ഗോൾ സെറ്റിംഗ് തിയറി ഹാസ് ഡിഫൈൻഡ് 2 ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസസ് ദ പെർഫോമൻസ്. ദീസ് ആർ ഗോൾ കമ്മിറ്റ്മെന്റ്, സെൽഫ് എഫിഷ്യൻസി. അതായത് ഇതില് പ്രധാനമായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഗോൾ സെറ്റിംഗ് തിയറിയിൽ 2 ഫാക്ടർ പ്രധാനമായിട്ടും പ്രചോദിപ്പിക്കുന്നുണ്ട്. അത് ആ പെർഫോമൻസിനെ പ്രചോദിപ്പിക്കുന്നുണ്ട്. ഒന്ന് ഗോൾ കമ്മിറ്റ്മെന്റ് ആണ്. കാരണം ഇവരെയും കൂടി കൂട്ടിയിട്ടാണ് തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അത് ചെയ്യണമെന്നുള്ള ഒരു പ്രതിജ്ഞാബദ്ധത അവിടെ ഓട്ടോമാറ്റിക്കലി ശരിക്കുകയാണ് അല്ലെ. ദെൻ സെൽഫ് എഫിഷ്യൻസി, അവരുടെ കാര്യക്ഷമതയും കൂടി ഉയർത്തുന്നുണ്ട്. കാരണം അവരെയും കൂടി എപ്പോഴും ഇൻവോൾവ് ചെയ്തിട്ടാണ് തീരുമാനം. അവർക്ക് ഡിഫിക്കൽട്ട് ആണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അന്ന് ഓക്കെ ഇച്ചിരി കൂടി കുറച്ച് ലെവലിലേക്ക് തരാം, അങ്ങനെയൊക്കെയുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തുന്നത്. അപ്പൊ അത് രണ്ടും കൂടിയും അവിടെ പ്രധാനമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ ജസ്റ്റ് വായിച്ചു നോക്കാം. നെക്സ്റ്റ് ഒരു ഇതും കൂടി കുറച്ചും കൂടി ഉണ്ട് നമുക്ക് എടുക്കാനായിട്ട്. എന്നാലും ആ തിയറി എന്താണെന്നുള്ളത്, ആ ഫീച്ചേഴ്സ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴൊന്ന് ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. ജസ്റ്റ് ആ തിയറി എന്താണെന്ന് മനസ്സിലാക്കുക. എന്തെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, വായിച്ചു നോക്കിയായിരുന്നോ? അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. ഓക്കെ, ക്ലിയർ അല്ലേ? എവിടെയെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടോ?
തോന്നുന്നുണ്ടോ? ആണോ? എവിടെയെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല. Then നോക്കാം. The mere actual goal setting does not ensure higher level of motivation among employees. In fact, there appear to be three important criteria that the goal must meet if they are to influence the behavior of organization members. They are goal specified, goal difficulty, and goal acceptance. അതായത് നമ്മളിപ്പോ കണ്ടു അവിടെയുള്ള വർക്കേഴ്സിനെയും കൂടി ഇൻവോൾവ് ചെയ്ത് പീരിയോഡിക്കലായിട്ടൊക്കെ ചിലപ്പോൾ ഡെയിലി ആയിരിക്കാം, ചിലപ്പോൾ പീരിയഡ് അല്ലെ നമ്മൾ 2 days കൂടുമ്പോഴൊക്കെ ആയിരിക്കാം എന്താണ് പ്രധാനമായിട്ടും ഗോളുകൾ സെറ്റ് ചെയ്യുന്നു. അവരെ കൊണ്ട് മീറ്റിംഗ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ അവരെ കൊണ്ട് അക്സെപ്റ്റബിൾ ആണോ എന്ന് ചോദിച്ചറിഞ്ഞ് അവർക്ക് ഓരോ ഡ്യൂട്ടികൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അതില് പ്രധാനമായിട്ടും പറയുകയാണ് there appear to three important criteria that the goal must meet if they are to influence the behavior of organization members. അവിടെയുള്ള മെമ്പേഴ്സിനെ സംബന്ധിച്ച് അവരുടെ ബിഹേവിയറിൽ പ്രധാനമായിട്ടും ചോദിപ്പിക്കുന്ന 3 ഘടകങ്ങളുണ്ട്. ഇങ്ങനെ മീറ്റിംഗ് കൂടി ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഏതൊക്കെ ഘടകങ്ങളാണ്? they are goal specified, goal difficulty, goal acceptance. നമുക്കറിയാം എന്താണ് ലക്ഷ്യം എന്നുള്ള ഒരു കാര്യം വരുന്നുണ്ട് അല്ലെ. ഓരോ പ്രാവശ്യം തീരുമാനം എടുക്കുമ്പോൾ ഇങ്ങനെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നുണ്ട്. ചിലപ്പോ നമുക്കറിയാം ആ ലക്ഷ്യം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയതായിരിക്കും, ചിലപ്പോ സ്വീകാര്യവുമായിരിക്കും അല്ലെ. അപ്പൊ എന്തായാലും അവിടെ ബുദ്ധിമുട്ടേറിയ കാര്യമാണെങ്കിലും അവിടെ സ്വീകാര്യമാകേണ്ടതുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട് അല്ലെ. ഇൻവോൾവ് ചെയ്തിട്ട് അവരെ കൊണ്ട് ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഫീഡ്ബാക്കുകളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ഇന്ന രീതിയിലൊക്കെ ചെയ്യാനായിട്ട് അവരെ കൊണ്ട് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിൽ പറയുന്നുണ്ട് ഫസ്റ്റ്ലി പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ ഇവിടെ ബിഹേവിയറൽ സയൻസിൽ വരുന്നുണ്ട്. ഫസ്റ്റ് ഗോൾ സ്പെസിഫൈ, ദെൻ ഗോൾ ഡിഫിക്കൽറ്റി ആൻഡ് ഗോൾ ആക്സെപ്റ്റൻസ്. അതിൽ ഗോൾ സ്പെസിഫൈ എന്താന്നുള്ളത് നോക്കാം. ഗോൾ സ്പെസിഫൈ എന്ന് പറയുന്നത് ഗോൾ മസ്റ്റ് ബി സ്റ്റേറ്റഡ് ഇൻ സ്പെസിഫിക് ടേംസ് ഇഫ് ദേ ആർ to motivate effective performance. Goal must be set in terms of a measurable criteria of work performance, that is number of units produced, new sale, etc. And must specify a time period within which the goal is to be attained. It also gives a sense of a person's satisfaction and accomplishment to workers if he is able to meet the specific goal. അപ്പൊ ഇതിലെ പ്രധാനമായിട്ടും പറയുന്നത് ഫലപ്രദമായിട്ടുള്ള പ്രകടനത്തിൽ അല്ലെ ഇത് പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ ലക്ഷ്യങ്ങൾ തീർച്ചയായിട്ടും പ്രത്യേകമായിട്ട് തന്നെ പ്രസ്താവിക്കണം. അതിൽ പ്രധാനമായിട്ടും പറയുന്നുണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റുകളുടെ എണ്ണം അല്ലെങ്കിൽ പുതിയ വിൽപ്പന മുതലായവയുടെ അളക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ കൃത്യമായിട്ട് പ്രവചിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നിർണയിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലെ. യൂണിറ്റ് എത്രത്തോളം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, എത്രത്തോളം സെയിൽ, പുതിയ സെയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എത്ര സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്തു തീർക്കണം, അതൊക്കെ കൃത്യമായിട്ട് നിർവഹിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്താണ് ആ ഗോള് നേടിയെടുക്കാനായിട്ട് കുഴപ്പമില്ലാതെ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. കാരണം എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എത്രത്തോളം സെയിൽ വേണമെന്നോ അറിയാതെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നെങ്കിൽ അവർക്ക് എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കണമെന്നുണ്ടാവില്ല. ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തീർക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? ഇത്ര സമയത്തിനുള്ള ഇത്രയും പ്രൊഡക്ഷൻ ആണ് എന്നെ കൊണ്ട് ഉത്പാദിപ്പിക്കേണ്ടതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അത് തീർത്ത് അല്ലെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കും. കാരണം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു ഡ്യൂട്ടി അല്ലെ. അപ്പൊ അത് തന്നെ അവിടെ പറയുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്, ന്യൂ സെയിൽസ് എക്സെട്ര അതെല്ലാം കൃത്യമായിട്ട് തന്നെ അവിടെ ഡിഫൈൻ ചെയ്തിരിക്കണം. ആൻഡ് മസ്റ്റ് സ്പെസിഫൈ ടൈം പീരീഡ് അല്ലെ, ഏത് സമയത്തിനുള്ളിൽ ഇതൊക്കെ ചെയ്ത് തീർക്കണം എന്നൊക്കെ ഗോള് അത് കൃത്യമായിട്ട് തന്നെ പ്രവചിച്ചിട്ടുണ്ടായിരിക്കണം. ഇറ്റ് ഓൾസോ ഗീവ് എ സെൻസ് ഓഫ് എ പേഴ്സൺ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് അക്കംപ്ലിഷ് ടു വർക്കേഴ്സ് ഇഫ് ഹി ഈസ് ഏബിൾ ടു മീറ്റ് ദ സ്പെസിഫിക് ഗോൾ. അപ്പൊ അവരെന്താണ് അത് എങ്ങനെയെങ്കിലും അത് അക്കംപ്ലിഷ് നേടിയെടുക്കാനായിട്ട് എത്ര സമയത്തിനുള്ളിൽ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. അവർക്കൊരു സ്പെഷ്യൽ അല്ലെ അത് എങ്ങനെയെങ്കിലും നേടിയെടുക്കണം എന്നുള്ള ഒരു പ്രത്യേക ആവശ്യം അവരുടെ മൈൻഡിലേക്ക് വരും. അത് നേടിയെടുക്കാനായിട്ടും അങ്ങനെ അത് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് അല്ലെ തൃപ്തികരമായ സമയത്തിനുള്ളിൽ തീർക്കാനായിട്ട് അവർ അറേഞ്ച് ചെയ്യുകയും തീർപ്പാക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഫസ്റ്റ്ലി ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അവിടെ പറഞ്ഞത്. ഓക്കെ, അതിൽ 3 ഫീച്ചേഴ്സ് ഉണ്ട്, അതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യാട്ടോ. അത് ഗോൾ സ്പെസിഫിസിറ്റി അതെ ഗോൾ ഡിഫിക്കൽറ്റി ആൻഡ് ഗോൾ ആക്സെപ്റ്റൻസ്. അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മൾ കണ്ടത്. ദെൻ സെക്കൻഡ് ഗോൾ ഡിഫിക്കൽറ്റി ചലഞ്ച്. അതിൽ നമുക്കറിയാം അല്ലെ കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ഉണ്ടായെങ്കിൽ
there is its relationship between goal difficulty and work motivation. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മോട്ടിവേഷൻ എന്താണെന്ന് വെച്ചാൽ the more difficult and challenge the goal, the higher the level of inspiration and performance. അവിടെ ഒരുപാട് ഇൻസ്പിറേഷൻ അവിടെ ആവശ്യമാണ് അല്ലെ, കുറച്ചും കൂടി കൂടുതൽ ചലഞ്ച് വെല്ലുവിളി നിറഞ്ഞ ജോലിയാണ് എങ്കിൽ. But it is essential to achieve those goal we set at level that are റിയലിസ്റ്റിക് ടു എ പേഴ്സൺ. എന്നാലും അത് യാഥാർത്ഥ്യമാക്കണമെന്ന് അവരുടെ മൈൻഡിൽ ഒരു ആഗ്രഹം ഉണ്ടാകും അല്ലെ. ദാറ്റ് വെരി ഡിഫിക്കൽട്ട് ടു അച്ചീവ് ലോസ് ദെയർ കപ്പാസിറ്റി ടു മോട്ടിവേറ്റ് സിൻസ് ഇറ്റ് ഈസ് ബിയോണ്ട് ദ കപ്പാസിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ. ഭയങ്കരമായിട്ടുള്ളതാണെങ്കിൽ നമുക്കറിയാം അല്ലെ, ഓരോ ഇൻഡിവിജ്വലിനും ഒരു കപ്പാസിറ്റി ഉണ്ട്, ഒരു കഴിവുണ്ട് അല്ലെ. ആ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് അവർ മാക്സിമം അവർ ട്രൈ ചെയ്യാനൊക്കെ ആയിട്ട് എന്തായാലും ശ്രമിക്കും. കാരണം ഇത്ര അല്ലെ വെല്ലുവിളി നിറഞ്ഞതാണെങ്കിലും എന്നെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു തീരുമാനമാണ് അല്ലോ എന്ന അർത്ഥത്തിൽ അത് പരമാവധി അവരെ കൊണ്ട് ശ്രമിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കും എന്നുള്ള ഘടകമാണ് അവർ പറയുന്നത്. Then our goal acceptance, ഇതിലും അത് തന്നെയാണ്. In order to influence inspiration and performance, a goal must internalized by the individual. In other words, the person has to feel some personal ownership of the goal and must have commitment to accomplish it. അതായത് അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള അല്ലെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഓണർഷിപ്പ്, ഒരു പങ്കാളി, നിങ്ങളുടെയും കൂടി ഫീഡ്ബാക്ക് അറിഞ്ഞിട്ടാണ് എന്ന് വരുമ്പോൾ അതിനെ അവർ സ്വീകരിക്കാനായിട്ട് ഒരു കമ്മിറ്റ്മെന്റ്, ഒരു പ്രതിബദ്ധത അവർക്ക് ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ അവര് സ്വീകരിക്കുകയാണ്. ഇച്ചിരി ബുദ്ധിമുട്ടേറിയതാണെങ്കിലും അവരത് പേഴ്സൺ അല്ലെ അദ്ദേഹത്തിന്റെ ബിഹേവിയറിൽ അത് അക്സെപ്റ്റ് ചെയ്യുകയാണ്. അത് ഫുൾഫില്ല് ചെയ്യാനായിട്ട് അവര് പരിശ്രമിക്കുകയും ചെയ്യാണ് അവിടെ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ്, അവരെ കൂട്ടാതെ സബോർഡിനേറ്റിനെയും കൂട്ടാതെ ഡിസിഷൻ എടുക്കരുത്. സബോർഡിനേറ്റിനെയും കൂടി മിങ്കിൾ ചെയ്തിട്ട് ഡിസിഷൻ എടുക്കാം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഫീഡ്ബാക്കുകളൊക്കെ ചോദിച്ചറിഞ്ഞ് ഡിസിഷൻ എടുക്കാം. അവരെ കൂടി ഡിസിഷൻ എടുക്കുമ്പോൾ എന്താ പ്രത്യേകത, അവര് ഒരു പ്രതിബദ്ധത അല്ലെ, അവർക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും ആ ഒരു മാനേജ്മെന്റിനോട്. നേടിയെടുക്കണം എന്നുള്ള ഒരു ബാധ്യത കൂടി അവിടെ ഉണ്ടാവും. പക്ഷെ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഇത്ര സമയത്തിനുള്ള ഇന്നത് ചെയ്തു തീർക്കണം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ എത്രത്തോളം എണ്ണം ചെയ്യണം, അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോൾസ് സെറ്റിംഗ് അവിടെ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. അല്ലാതെ എന്താ പറയുക നിർദ്ദിഷ്ടമായിട്ടില്ലാത്തൊരു ഗോൾ സെറ്റിംഗ് ആണെങ്കിൽ അവർക്ക് തോന്നിയ പോലെ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ അവര് നിശ്ചയമായിട്ടും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾ സെറ്റിംഗ് ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ അവരെ പങ്കാളിയാക്കിക്കൊണ്ട് അവരെ ഫീഡ്ബാക്ക് ചോദിച്ചതിനെ കൊണ്ടൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടേറിയ ഒരു ഗോൾ ലക്ഷ്യം നേടിയെടുക്കാനാണെങ്കിൽ കൂടി അവരെ അതിനോട് ഒരു കൂറ് കാണിച്ച് അവരുടെ ഡ്യൂട്ടി അങ്ങനെ മാക്സിമം പെർഫോമൻസ് പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അതില് ബാക്കി കണ്ടിന്യൂവേഷൻ അടുത്ത മിസ് കയറി എടുത്തോളൂ. ഓക്കെ, എന്തൊക്കെയായാലും നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ഈ ചാപ്റ്റർ അങ്ങോട്ട് അവസാനിപ്പിക്കാം. ഓക്കെ, ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞു അല്ലെ? ഓക്കെയാണോ? നിങ്ങള് ക്യാച്ച് ചെയ്ത് പോകുന്നില്ലേ? എല്ലാരും വായിച്ചൊക്കെ നോക്കിയാ? ഞാൻ എടുത്തതിൽ ഇപ്പൊ ഇന്ന് വരെ എടുത്തതില് കുറച്ച് സമയം കൂടി ഉണ്ട് എന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ചോദിച്ചു പോവാം. മാസ്ട്രോ ഹൈറാർക്കിയുടെ ആ ഒരു ലെവൽസ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. അത് ആ പിരിമിഡിന്റെ ഒക്കെ ഹൈറാർക്കിയുടെ ശ്രേണിയിൽ എന്താണ് നെക്സ്റ്റ് വരുന്നത് എന്നുള്ള ഒരു രീതിയിലൊക്കെ ചോദ്യങ്ങൾ കാണാറുണ്ട്. അത് ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. ഞാൻ മ്യൂട്ടാക്കിയിട്ടുണ്ട്. എനിവേ എന്റെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? സ്പീഡ് കൂടുതലായിരുന്നെങ്കിൽ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിച്ചിരുന്നോ? മ്യൂട്ടാക്കിയിട്ടുണ്ട്, കാണാം, കുഴപ്പമില്ല. അടുത്ത ഭാഗങ്ങളെ വായിച്ചു നോക്കുന്നുണ്ടായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ? അതോ വായിക്കാനായിട്ട് താല്പര്യം തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഐഡിയാസ് വരുന്നുണ്ടോ?
ക്ലാസ് ക്ലിയർ ആണോ എന്ന് അറിയാനാണ്. ക്ലിയർ ആയിരുന്നോ? ക്ലിയർ ആണ്. ഇതന്നപ്പോ എനിക്കറിയില്ല ഇനി നിങ്ങളെ എക്സാമിന് മുമ്പ് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. എല്ലാവരും ജോലിയൊക്കെ പെട്ടെന്ന് തന്നെ ഒപ്പിക്കാനൊക്കെ ആയിട്ട് നോക്കാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. Thank you. Okay.